മസാല എന്റർടൈനറാണ്. അടുത്ത കാലത്ത് ഇറങ്ങിയ കോമഡി എന്റർടൈനുകളിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സിനിമയായി ഗുരുവായൂർ അമ്പലനടയിൽ മാറും. ഈ ഒരു സിനിമ നമ്മുടെ ഓരോ സിനിമകളും മാറി മാറി വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുവരുന്ന വലിയ സ്റ്റാർ കാസ്റ്റ് അതിഗംഭീര മൂവിയായിട്ടാണ് വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പലനട. താങ്ക് യു. പടം അടിപൊളിയാണ്. പടം ഏറ്റവും എടുത്തു പറയേണ്ടത് പൃഥ്വിരാജിന്റെയും ബേസിലിന്റെയും കോമ്പിനേഷനാണ്. പൃഥ്വിരാജിന്റെയും ബേസിലിന്റെയും കോമ്പിനേഷൻ അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള സീനുകളിലൊക്കെ ചിരിയുടെ മാലപ്പടക്കാണ് വന്നിരിക്കുന്നത്. സിനിമ തുടങ്ങിയ മുതൽ ക്ലൈമാക്സ് വരെ സെൽഫ് ട്രോളുകളും ന്യൂജൻ തമാശകളും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളിലെ തമാശകളും എന്ന് വേണ്ട, പക്ഷെ അതിനുപരിയായി ഒരു നല്ലൊരു കുടുംബ ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു കുടുംബകഥ കൂടിയായിട്ട് വന്നിട്ടുണ്ട്. ആക്ഷൻ രംഗങ്ങളുണ്ട്, പാട്ടുകളുണ്ട്, എല്ലാം ഒന്നിനൊന്നും വെച്ചാണ്. ഒരു സെക്കൻഡ് പോലും ലാഗ് തോന്നിക്കാത്ത രീതിയിൽ കംപ്ലീറ്റ് കോമഡി പാക്കേജ് ആയിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. ഒരു മസ്റ്റ് വാച്ച് കോമഡി എന്റർടൈനർ ആണ് ഗുരുവായൂർ അമ്പലനട. പടം മൊത്തത്തിൽ റിപ്പോർട്ട് എനിക്കറിയില്ല എങ്ങനെയാണ്, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് സിനിമ അത്ര റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയില്ല. ഒരു കല്യാണത്തിൽ ഇങ്ങനെ കാണിക്കുന്നത് നടക്കുന്ന കാര്യമാണ്. പൃഥ്വിരാജും ബേസിലാണ് ചിരുണ്ട്. ആക്ടിങ് നല്ലതാണ്, പക്ഷെ സിനിമ കുറച്ച് ലോജിക് കുറവുണ്ട്. വലിയ ലോജിക്കലല്ല, നിലവാരം കുറച്ച് കുറവാണ്. ആദ്യമല്ലേ എൻജോയ് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് നിലവാരം പൂർവ്വം തോന്നുന്നു. ടർബോ തന്നെ ആയിരിക്കും. ടർബോന് വെല്ലുവിളി ഒന്നാണ്. ഇഷ്ടപ്പെട്ട പടം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അനശ്വരൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചിട്ടൊന്നും കുഴപ്പമില്ല, എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റിന് എന്തോ കുഴപ്പമുണ്ട്, പ്രത്യേക ലോജിക്കോ ഒന്നുമില്ല. ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അവർക്ക് സപ്പോർട്ടായിട്ട് നിഖിലയും അനശ്വരയും കൂടി ചേർന്നപ്പോൾ നല്ലൊരു കോമഡി ട്രാക്കിലുള്ള ഒരു നല്ല ചിത്രം, നല്ലൊരു കുടുംബ ചിത്രം. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവരെല്ലാവരും അവരുടെ റോള് ഭംഗിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാത്തൊരു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കുടുംബ ചിത്രം. ചിരിക്കാനൊക്കെ ഉണ്ട് പടത്തിൽ, ഒരുപാട് ചിരിക്കാനുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ചിരിയുടെ ട്രാക്കിൽ തന്നെയാണ് ഈ ഒരു ചിത്രം പോയിരിക്കുന്നത്. മലയാളി പ്രേക്ഷകര് ഈ ഒരു ചിത്രം ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. ബേസിൽ ജോസഫ് പൃഥ്വിരാജിന്റെ കോംബോയൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ രണ്ട് അളിയന്മാര് മലയാളക്കര ഏറ്റെടുത്തെന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും നല്ല ഒരു കോംബോ തന്നെയായിരുന്നു. പടം സൂപ്പർ അടിപൊളി പടമാണ്. കോമഡി ഫണ്ണാണ്, ബേസിലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ഓവറോൾ ഫാമിലി പാക്കാണ്. പൃഥ്വിരാജിന്റെ സൂപ്പർ അടിപൊളിയാണ്, സൂപ്പർ മൂവിയാണ്. പിന്നെ അങ്ങനെ കുറേ പേര്, അതിന് അനശ്വര, എനിക്ക് പേര് എല്ലാവരും, പിന്നെ നിഖില, അങ്ങനെയുള്ള എല്ലാവരും നല്ല രീതിയിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ടൈം കോമഡി എന്റർടൈനർ ആയിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും കാശ് മുതലാണ് പടം. അതെ, ഫാമിലി. ലാസ്റ്റൊക്കെ നന്ദനത്തിന്റെ ഒക്കെ റെഫറൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. നന്ദനത്തിലെ ബിജിഎമ്മും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും പടം പിന്നെ എടുത്തു പറയേണ്ടത്, പടത്തിലെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ബിജിഎം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജിന്റെ ആക്ഷൻ ആയാലും കുഴപ്പമില്ല. അത് ക്ലൈമാക്സിൽ ഒരു ഫൈറ്റും കാര്യങ്ങളുണ്ട്, അതൊക്കെ കണ്ടിരിക്കാൻ ഒരു രസമാണ്. പുള്ളിയുടെ ഇതിൽ കലക്കിക്കുന്നതെന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് തന്നെയാണ്, അത് ഞാൻ ഉറപ്പിച്ചത്. അതെ, രണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ബേസിലും ഒരു കോമഡി കാര്യങ്ങളൊക്കെ ബേസിൽ തന്നെയാണ് കുറച്ചും കൂടെ ഉണ്ടാക്കുന്നത്. എന്നാലും രണ്ടുപേരും തുല്യമായിട്ട് വരും. കൊള്ളാം, നല്ല പടം, നല്ല പടം. കിട്ടില്ല, സൂപ്പർ. സിനിമ അടിപൊളിയായിരുന്നു, നന്നായിട്ടുണ്ട്. കൊള്ളാം, നല്ല പടം. അടിപൊളി പടമാണ്. രാജുവിനായാലും ബേസിലായാലും രണ്ടുപേരും തകർത്തുണ്ട്. നല്ല കോമഡി പടമാണ്. സെക്കൻഡ് ഹാഫ് കിട്ടില്ല, ഭയങ്കര പേസ് ആണ്, അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ. രാജുവേട്ടൻ ഹെവി. ബിപിൻ ദാസിന് ജയ ജയക്ക് എന്തോ സംവിധായകൻ ബിപിൻ ദാസിന് ജയ ജയക്ക്